നമസ്കാരം. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ഓണക്കാലം കൂടി വരവായി. ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് പൂക്കളമായിരിക്കും. പൂക്കളം ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിന്റെ ചിട്ടവട്ടങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. മലയാളികൾ ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതലാണ് പൂക്കളം വരച്ച് ഓണം ആഘോഷിക്കുന്നത്. അത്തം നക്ഷത്രം ഹിന്ദു ജ്യോതിഷത്തിൽ ഹസ്തം എന്നറിയപ്പെടുന്നു. അത്തം നക്ഷത്രം മുതൽ 10 ദിവസമാണ് നമ്മൾ മുറ്റത്ത് പൂക്കളം ഇടുന്നത്. വളരെ ശുദ്ധിയോടെയാണ് അത്തപ്പൂ ഇടേണ്ടത്. മുറ്റത്ത് പൊടിമണ്ണ് വിരിച്ചു തീർക്കുന്ന പൂത്തറയുണ്ടാക്കും. ഇതിനു മീതെയാണ് പൂക്കളം ഇടുക. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ കുളിച്ച് ശുദ്ധിയായി തറ ചാണകം മെഴുകി വിളക്ക്, ചന്ദനത്തിരി എന്നിവ കത്തിച്ച് കിണ്ടിയിൽ വെള്ളം നിറച്ച് കളത്തിന് ചുറ്റും തളിച്ച് സൂര്യദേവനെ തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് തുമ്പയും തുളസിയും കൂടി കളത്തിന്റെ നടുവിൽ വെക്കും. നമ്മൾ പൂക്കളം ഇടുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയുന്ന ഒന്നല്ല തുമ്പപ്പൂവ്. മണ്ണ് കൊണ്ട് വൃത്താകൃതിയിലുള്ള തട്ടുകളായാണ് പൂക്കളം ഒരുക്കേണ്ടത്. മുകളിലേക്ക് വരും വണ്ണം 10 തട്ടുകൾ വേണം. ഓരോ തട്ടിലും ഓരോ ദേവതാ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം. 1-ാം തട്ടിൽ മഹാവിഷ്ണു, 2-ാമത്തേതിൽ ഇന്ദ്രൻ, 3-ാമത്തേതിൽ അഷ്ടദിക്പാലകർ, 4-ാമത്തേതിൽ ഗുരുക്കൾ, 5-ാമത്തേതിൽ പഞ്ചഭൂതങ്ങൾ, 6-ാമത്തേതിൽ സുബ്രഹ്മണ്യൻ, 7-ാമത്തേതിൽ ബ്രഹ്മാവ്, 8-ാമത്തേതിൽ ശിവൻ, 9-ാമത്തേതിൽ ദേവി, 10-ാമത്തേതിൽ ഗണപതി എന്നിങ്ങനെ ആണ് ആ ക്രമം. ഇതിൽ ചില വ്യത്യാസങ്ങൾ പ്രാദേശികമായി ഉണ്ടാകാം. തറ ചാണകം മെഴുകി ശേഷം ശുദ്ധമാക്കിയ ശേഷമാണ് ഓണപ്പൂക്കളം തയ്യാറാക്കേണ്ടത്. പൂക്കളത്തിന് സമീപം തൃക്കാക്കരയപ്പനെയും മാദേവരെയും പ്രതിഷ്ഠിക്കും. പൂക്കളത്തിന് ഉപയോഗിക്കുന്ന പൂക്കളുടെ കാര്യത്തിലും ചില ചിട്ടവട്ടങ്ങളുണ്ട്. എല്ലാ ദിവസവും തുമ്പപ്പൂ നിർബന്ധമാണ്. 1-ാം ദിവസം തുമ്പപ്പൂ മാത്രമാണ് പൂക്കളത്തിന് ഉപയോഗിക്കുക. തുളസിക്കതിർ നടുക്കും വെക്കാം. 2-ാം ദിവസം വെളുത്ത പൂവ് മാത്രമേ പാടുള്ളൂ. 3-ാം ദിവസം മുതൽ നിറമുള്ള പൂക്കൾ കളങ്ങളിൽ ഉപയോഗിച്ചു തുടങ്ങും. ചോതി നാളിൽ ചെമ്പരത്തി പൂവും വിശാഖം നാളിൽ കാക്കോത്തി പൂവും കളങ്ങൾ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്നു. തിരുവോണ നാളിൽ കാശിത്തുമ്പയാണ് പ്രധാനം. 5 ഇതൾ തെറ്റി, ഉപ്പളിയൻ, പെരിങ്ങലം, മുക്കുറ്റി, കണ്ണാന്തളി എന്നീ പൂക്കൾ ഓണപ്പൂക്കളത്തിന് ഉപയോഗിച്ചു പോരുന്നവയാണ്. ഗണപതിയുടെ ശിരസിൽ മഞ്ഞപ്പൂവാണ് അലങ്കരിച്ച് കുത്തിവെക്കേണ്ടത്. പൂക്കൾ കൊണ്ട് ആദ്യ ദിവസം ഒരു വരി അലങ്കരിക്കും. 2-ാം ദിവസം 2 വരികൾ. ക്രമേണ അങ്ങനെ 10-ാം ദിവസം, അതായത് തിരുവോണ നാളിൽ 10 വരി പൂക്കൾ കറം നിറഞ്ഞു നിൽക്കും. പൂക്കളത്തിൽ ചെമ്പരത്തി പൂവ് ഈർക്കിലി കോർത്ത് കുട കുത്തി നിർത്തും. ആദ്യ ദിവസം 1 കുട, 2-ാം ദിവസം 2 എന്നിങ്ങനെ ക്രമത്തിൽ 10-ാം നാൾ, അതായത് തിരുവോണ നാളാകുമ്പോഴേക്ക് 10 കുടകൾ അലങ്കരിക്കും. ഇങ്ങനെയാണ് സാധാരണയായി പൂക്കളം ഇടുമ്പോൾ നമ്മൾ പാലിച്ചു വരുന്ന കാര്യങ്ങൾ. ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.